ഇന്നെല്ലാവർക്കും ഉള്ള പരാതി അങ്ങ് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും എല്ലാവർക്കും ഉള്ള പരാതിയാണ് ഞാനും മോളും എപ്പോഴും ലേറ്റായിട്ട് റെഡി ആകുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ നേരത്തെ റെഡിയായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോ സെഷൻസൊക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അവിടെ ബോയ്സ് ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുവരെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ഒരാളെ ഞാൻ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് അയാളുടെ മൈൻഡ് ഔട്ട് ആകുമ്പോൾ ഞാൻ പറയും ഞാൻ കൊണ്ടുപോയില്ല എന്ന് പറയും. അപ്പോൾ തന്നെ ആൾ നേരെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളിന്ന് പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാർക്കം റെസ്റ്റോറൻറ്റിലോട്ടാണ്. അപ്പോൾ എനിക്ക് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആംബിയൻസുമാണ്, പിന്നെ ഇൻറ്റീരിയർ വർക്ക്സാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ വർക്ക്സാണ്. നമ്മളീ പുറത്തെ നാട്ടിലൊക്കെ കാണൂലേ അതേപോലത്തെ ടൈപ്പ് ഒരു ബാറായിരുന്നു. പിന്നെ റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല. കാരണം ക്യാഷ് വെറുതെ പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചേക്ക് നമ്മളവിടെ ഹെവി ആയിട്ട് കഴിച്ചാൽ നമ്മുടെ ക്യാഷ് എല്ലാം പോകും ഗൈസ്. അതുകൊണ്ട് നമ്മളൊരു ഫിഷ് ഫിംഗേഴ്സും ഒരു ഫ്രഞ്ച് ഫ്രൈസും മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇയാളാണെങ്കിൽ ഭയങ്കര വയലൻ്റ് ആയിരുന്നു. ഇത്രയും സൈലൻറ്റും കാമും ആയിട്ടുള്ള സ്ഥലത്ത് ഇയാൾ കിടന്ന് വയലൻസ് ഉണ്ടാക്കിയായിരുന്നു. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ഫിഷ് ഫിംഗേഴ്സ് കുഴപ്പമില്ല, രണ്ടും നോർമൽ, വലിയ ഭയങ്കര ഹെവി ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. സാധാ നമ്മുടെ ഒരു ചെറിയ കടയിൽ നിന്ന് കഴിച്ചാലും എനിക്ക് തോന്നുന്നു ഈ ടേസ്റ്റ് കിട്ടുമെന്ന്. പക്ഷേ ആ ഒരു സെറ്റപ്പിൻ്റെ പേരിലാണ് അവർ ഇത്ര എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് നേരം നല്ല സൈലൻ്റായിട്ടിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഉണ്ടായ ഒരു